بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1810 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العلي العظيم. സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിനകത്തെ അപകടകരമായ ചില ദൂഷ്യങ്ങളെ ഇല്ലാതാക്കുന്ന വിധത്തില് ഇസ്ലാമിക സമൂഹത്തിന് ആന്തരികമായ ദൗർബല്യങ്ങളും ജീർണതയും പിടികൂടാതെ കാത്തു സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങളാണ് സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ പഠനം പൂർത്തിയാക്കിയ 12 ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. അതിന്റെ മുഖ്യമായ ഫോക്കസ് മുസ്ലിം സമൂഹത്തെ സംസ്കരിക്കുക എന്നതും അവരിൽ ജീർണത കടന്നുകൂടാതിരിക്കാൻ സങ്കീർണമായ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉണ്ടായി വരാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലക്കൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് ആയത്തുകളിൽ അല്ലാഹു പ്രതിപാദിക്കുകയുണ്ടായത്. ഇസ്ലാമിക സമൂഹത്തെ അതിന്റെ ആദാബുകൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി വ്യക്തികൾക്കും സംഘങ്ങൾക്കും ഇടയിൽ അനിവാര്യമായും പുലർത്തിപ്പോരേണ്ട നിലനിർത്തേണ്ട ചില പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെയാണ് പ്രത്യേകമായിട്ട് അല്ലാഹു ഇവിടെ പരാമർശ വിധേയമാക്കിയിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തില് 13-ാമത്തെ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ ഒന്നാകെയായി അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തെ വളരെ ഭീകരമായ വിധത്തില് സങ്കീർണതയിൽ അകപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ അകപ്പെടുത്തുന്ന അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെ തകർത്തെറിയുന്ന വിധത്തിലുള്ള ചില ദൂഷ്യങ്ങളുടെ മുരടറുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ ആയത്തിൽ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. അത് മുസ്ലിം സമൂഹത്തെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതല്ല, മനുഷ്യകുലത്തെ ഒന്നാകെയായി അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിൽ രൂപപ്പെട്ടു വരാനിടയുള്ള വളരെ അപകടകരമായ പ്രവണതകളെ അതിന്റെ കടക്കൽ തന്നെ, അതിന്റെ മുരടിൽ തന്നെ അറുത്തു കളയുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ആ ആയത്തിന്റെ
വിവിധ തലങ്ങളെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തെ ഒന്നാകെയായി അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട്, ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രീതി വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ വളരെ പ്രാധാന്യപൂർവം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ നമുക്ക് സമാനമായ ഒരു ആയത്ത് കാണാം. ആശയപരമായി വളരെ അടുപ്പമുള്ള ചേർത്ത് വെക്കേണ്ട ഒരായത്ത്. സൂറത്തുൻ നിസാഇലെ ഒന്നാമത്തെ ആയത്ത് നമ്മൾ നേരത്തെ പഠന വിധേയമാക്കിയപ്പോൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെയും തുടങ്ങുന്നത്. ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇതാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ആയത്ത്. അവിടെയും പ്രതിപാദ്യം ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ആയത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നതാണ് ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം. സൂറത്തുൽ ബഖറയിലും ഇതുപോലെ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു ആയത്ത് 21-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ കാണാം. ഈ 3 ആയത്തുകളും ഇനിയും ഏതാനും ആയത്തുകൾ കാണാനിടയുണ്ട്. ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അത് എത്ര എണ്ണം എവിടൊക്കെയാണ് എന്ന നിലക്ക് പരിശോധിച്ചിട്ടില്ല. അപ്പൊ ഈ ആയത്തുകളിൽ പൊതുവായിട്ട് മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു സംസാരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. ഇവിടെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ, ജനങ്ങളെ, മനുഷ്യവർഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു കാര്യം പറയുന്നത്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ്. വലിയ കോട്ടകൾ, വലിയ എഡിഫിസസ് ഒക്കെ തകർന്നു വീഴുന്ന, വലിയ മതിൽക്കെട്ടുകളൊക്കെ പൊളിഞ്ഞു വീഴുന്ന ഒരു കാര്യമാണ് അല്ലാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് ഒട്ടുമിക്ക സങ്കീർണതകളും നിലനിൽക്കുന്നത് തന്നെ മനുഷ്യർക്കിടയിലുള്ള തങ്ങള് ഉയർന്നവരാണ്, മുന്തിയവരാണ്, ശ്രേഷ്ഠരാണ് എന്ന ഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ്. മനുഷ്യർക്കിടയിൽ അങ്ങനെ പല മേന്മകളും നടിക്കുന്ന ഒരു പ്രവണത എല്ലായ്പ്പോഴും നിലനിന്നിട്ടുണ്ട്. അത് തീർത്തും അടിസ്ഥാനരഹിതമായതാണ് തന്നെ. അള്ളാഹുവിടെ അതിന്റെ അടിത്തറ തന്നെ തകർത്ത് കളയുന്ന വിധത്തിൽ പറയുന്നത്, നിങ്ങളൊക്കെയും തന്നെ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും, നിശ്ചയമായിട്ടും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി. 2 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഇവിടെ സ്ഥാപിതമാവുകയാണ്. ഒന്ന്, നിങ്ങളൊക്കെ എന്റെ സൃഷ്ടിജാലങ്ങളാണ്, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നാം നിങ്ങൾക്ക് ഈ വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു സംഗതി, അതിന്റെ പ്രോസസ്സ് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ട്, ഒരേ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ടാണ് അന്നാസ് എന്ന വിഭാഗത്തിൽ പെടുന്ന മുഴുവൻ കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്.
അതുകൊണ്ട് നിങ്ങൾ എത്ര ഔന്നത്യം ജന്മത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ നിങ്ങൾ എത്ര തന്നെ സുപ്പീരിയർ ആണ്, ഔന്നത്യമുള്ളവരാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെയും ചെന്ന് ഇവിടെ നിന്നുപോകും. നിങ്ങളൊക്കെയും തന്നെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും വല്ലാതെ നിഗളിക്കണ്ട. നിങ്ങളൊക്കെയും തന്നെ ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് എന്നാണല്ലോ ഇവിടെ പറയുന്നത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായിട്ടാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ വംശീയതയുടെയോ ദേശീയതയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ ഔന്നത്യം നടിക്കുകയും മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അടിസ്ഥാനരഹിതമായതാണ്. നിങ്ങൾക്ക് എത്ര ഔന്നത്യമുണ്ടോ ആ ഔന്നത്യത്തിലേക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കും തന്നെ എത്തിച്ചേരാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അവരൊക്കെയും തന്നെ ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെയൊക്കെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മനുഷ്യകുലത്തിന് ഒരൊറ്റ ഒറിജിനേ ഉള്ളൂ. ഒരുപക്ഷെ ആധുനിക ചരിത്ര ഗവേഷകരും അതുപോലെ തന്നെ ശാസ്ത്ര രംഗത്ത് ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് കൃത്യതയോടുകൂടി ഇനിയും എത്താനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനം അവനെ പല വംശങ്ങളിലേക്ക്, പല റേസസിലേക്ക് എത്തിച്ച് ഈ റേസസ് ഒക്കെ തന്നെയും ഒരൊറ്റ സോഴ്സിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്ന ഒരു കൃത്യമായ ധാരണയിലേക്ക് അത് സ്ഥാപിതമാകുന്ന വിധത്തില് പഠനങ്ങള് എത്തുന്നതേ ഉള്ളൂ. പല ഇപ്പം ഭാഷാശാസ്ത്രത്തിന്റെ അന്വേഷണ തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നൂഹ് അലൈഹിസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തെ തുടർന്നുള്ള ആ പ്രളയാനന്തര കാലത്തെ മനുഷ്യന്റെ പ്രയാണങ്ങളും യാത്രകളും പല വൻകരകളിലേക്ക് എത്തിപ്പെടലും ഒക്കെ സാധ്യതകൾ തുറന്നു കിട്ടിയല്ലോ ആ പ്രളയത്തോട്. അപ്പോ പ്രളയത്തിന് ശേഷമുള്ള ലോകത്തെ സാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം മാത്രമാണ് ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഫിലോളജിസ്റ്റുകൾക്ക്, ഭാഷാ ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ഭാഷാ ചരിത്ര ശാസ്ത്രജ്ഞന്മാർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് നൂഹ് അലൈഹിസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തി വസ്തുതകൾ വെളിപ്പെടുത്തുമ്പോൾ ലോകത്തുള്ള എല്ലാ ഭാഷകളും ഒരേ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നും മുഴുവൻ മനുഷ്യവംശങ്ങളും ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് എന്നതും സ്ഥാപിതമാണ്. കൃത്യമായിട്ടും ഖുർആൻ ഇവിടെ പറയുന്നത് മനുഷ്യരൊക്കെയും തന്നെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. സ്വാഭാവികമായിട്ടും ആ ആണിന്റെയും പെണ്ണിന്റെയും മക്കളായിട്ട് രൂപപ്പെട്ട് പിന്നീട് പല വംശങ്ങളുമായി മാറിയ പല വിഭാഗങ്ങളുമായി പല വർണ്ണങ്ങളുമൊക്കെയായി മാറിയിട്ടുള്ള ആ മനുഷ്യ സമൂഹം തുടക്കത്തില് ഒരൊറ്റ സമുദായത്തിന്റെ ഭാഗമായിരുന്നു, ഒരൊറ്റ കുലമായിരുന്നു. അവര് സംസാരിച്ചിരുന്നത് ഒരേ ഒരു ഭാഷയുമായിരുന്നു എന്നത് സ്ഥാപിതമാവും. അത് ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പഠന രീതികളുടെ മെത്തേഡ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അത് ശാസ്ത്രീയ സത്യം എന്ന നിലക്ക് സ്ഥാപിക്കുന്ന ഒരു സംഗതി പൂർണ്ണമായിട്ട് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നതേ ഉള്ളൂ. അപ്പോ അള്ളാഹുവിടെ പറയുന്ന കാര്യം മനുഷ്യ സമൂഹത്തിനിടയിൽ ആഗോളതലത്തില് എല്ലാ കാലഘട്ടങ്ങളിലും പല വിധത്തിലുള്ള മേന്മകളുടെയും അവകാശവാദങ്ങളുടെയും
അല്ലെങ്കിൽ ഔന്നത്യത്തിന്റെയും അവകാശവാദങ്ങളുടെ കാരണത്താല് പലരും പലരെയും കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും തങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിയേണ്ടവരാണ് എന്നത് സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആര്യന്മാരുടെ മേധാവിത്വം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം തന്നെ, അല്ലെങ്കിൽ വലിയൊരു ഒരു വാദം തന്നെ നിലനിന്നിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്ത്. അതിനെ തുടർന്ന് ഉണ്ടായ ആ കാരണത്താൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ടായ സംഘർഷങ്ങളാണ് ലോകത്ത് വലിയൊരു യുദ്ധത്തിന് തന്നെ വഴി തുറക്കുകയുണ്ടായത്. വലിയൊരു ലോകയുദ്ധം അരങ്ങേറാൻ കാരണമായത് ആ ആര്യമേധാവിത്വത്തിന്റെ ചിന്തകളിൽ നിന്നാണ്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കൊക്കേഷ്യൻ വംശത്തിന്റെ ഔന്നത്യം അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം, അവരുടെ സുപ്പീരിയോറിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് ലോകം കീഴടക്കാൻ വേണ്ടി കൊക്കേഷ്യൻ വംശം ഇറങ്ങി പുറപ്പെട്ടതും അതുപോലെ ഒരു നൂറ്റാണ്ടിലേറെ അല്ലെങ്കിൽ ഒരു 2-3 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയുടെ ഒരു കാലഘട്ടം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പല വിധത്തിലുള്ള മേധാവിത്വവും സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളാണ് മുന്തിയവര് എന്ന്. ഇപ്പൊ ജന്മത്തിന്റെ പേരിൽ ഔന്നത്യം നടിക്കുന്നവര് ആര്യന്മാരെ പോലെ തന്നെ ഭാരതീയ സമൂഹത്തിലെ ബ്രാഹ്മണര് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ബാക്കിയുള്ള വിഭാഗങ്ങളെ കീഴാളന്മാരും അധമന്മാരും നീചന്മാരും ഒക്കെ ആയിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് അവരെ ചവിട്ടി മെതിക്കുന്ന ഒരു കാലം നമ്മുടെ ചരിത്രത്തില് സമീപകാലം വരെ നിലനിന്നിരുന്നതാണ്. അത്തരം പ്രവണതകൾ അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളും അനുരണനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ ആര്യ മേധാവിത്വത്തിന്റെയും അതുപോലെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെയും ഒക്കെ സ്വരങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ ചലനങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഇന്നും പ്രവർത്തനക്ഷമമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെയും തന്നെ അടിസ്ഥാനരഹിതമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുത്ത് അത് വളർത്തി പരിപോഷിപ്പിച്ച് ആളുകളെ ആ നിലക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് ആ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ്. അത് മറിച്ചിടുക എന്നത് പലപ്പോഴും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് അത് അബദ്ധമാണ്, തെറ്റാണ്, അങ്ങേയറ്റത്തെ ബുദ്ധിശൂന്യമായ ഒരു ആശയമാണ്. അത് തെറ്റാണ് എന്നതാണ് ഖുർആൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഒരാൾക്കും അങ്ങനെ ജന്മപരമായുള്ള മേധാവിത്വമോ ഔന്നത്യമോ അല്ലാഹു അങ്ങനെ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടില്ല. എല്ലാവരും തന്നെ ഒരേ അച്ഛന്റെയും ഒരേ അമ്മയുടെയും ഒരേ ആണിന്റെയും ഒരേ പെണ്ണിന്റെയും മക്കളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. അപ്പൊ ഒന്നാമത്തെ ബേസിക്കായ വസ്തുത സ്ഥാപിതമായത് ഇവിടെ അള്ളാഹുവാണ് മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ടാണ്. ഇതാണ് ഒരു ഒന്നാമത്തെ വസ്തുത ഇവിടെ സ്ഥാപിതമാവുന്നത്. രണ്ടാമത് പറയുന്നത് വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. നിങ്ങള് സമൂഹങ്ങളും സമുദായങ്ങളും ഗോത്രങ്ങളുമായിട്ട് ആണ് ഇവിടെ കാണപ്പെടുന്നത്. നിങ്ങളെ നാം സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില. ശുഊബ് എന്നുള്ളത് വേണമെങ്കിൽ വംശം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നതിനും സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ഷഅബുൽ അറബ് എന്നൊക്കെ പറയാറുണ്ട്, അറബ് സമൂഹം എന്നൊക്കെ. അങ്ങനെയുള്ള ഒരു പദമാണ്. ഒരു വലിയൊരു എൻറ്റിറ്റി എന്ന് കാണാം. ഒരു സമുദായം എന്നോ സമൂഹം എന്നോ കമ്മ്യൂണിറ്റി എന്നൊക്കെ ഉള്ള നിലയ്ക്ക് അതിനെ കാണാം.
അപ്പൊ നിങ്ങളെ പല സമുദായങ്ങളും പല ഗോത്രങ്ങളുമാക്കി തിരിച്ചിരിക്കുകയാണ്. ആരാണ് തിരിച്ചിരിക്കുന്നത്? അതും അള്ളാഹുവിന്റെ ആസൂത്രണത്തിൽ പെട്ടതാണ്. അള്ളാഹു ഒരേ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ച മനുഷ്യ സമൂഹം പല സമുദായങ്ങളും ഗോത്രങ്ങളുമായി മാറിയിരിക്കുന്നു. അത് അങ്ങനെ തന്നെ ഉണ്ടായി വരുന്നതിന് വേണ്ട വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനൊരു ലക്ഷ്യവുമുണ്ട്. അത് ലിതആറഫു എന്നതാണ്. നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നതിനും തിരിച്ചറിയുന്നതിനൊക്കെ വേണ്ടിയാണ്. നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഏത് കുടുംബത്തിൽ, ഏത് വംശത്തിൽ, ഏത് ഗോത്രത്തിൽ, ആരുടെ മകൻ മകൾ എന്ന വിധത്തിൽ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ. അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ നല്ലൊരു മെറ്റഫർ, നമ്മൾ മനുഷ്യ സമൂഹം ഒരു സമുദ്രം പോലെയാണ്, അല്ലെങ്കിൽ വാട്ടർ സ്കേപ്പ് പോലെയാണ് എന്ന് പറയാം. വാട്ടർ സ്കേപ്പ് എന്നത് ലോകത്തുള്ള മുഴുവൻ വാട്ടർ സ്കേപ്പും ജല സാന്നിധ്യമുള്ള ഇടങ്ങൾ, അത് സമുദ്രം എന്ന പേരിൽ നമ്മൾ വിളിക്കുമ്പോൾ അത് ഒറ്റ ഒന്നേ ഉള്ളൂ, ഒരേ ഒരു വാട്ടർ സ്കേപ്പേ ഉള്ളൂ. അതൊക്കെ ലോകത്തുള്ള ഇത്തരം സമുദ്ര സ്വഭാവമുള്ള ജലസ്രോതസ്സുകളൊക്കെയും പരസ്പരം കണക്റ്റഡ് ആണ്. ഒന്നും വേറിട്ട് നിൽക്കുന്ന തടാകം പോലെയുള്ളതല്ലല്ലോ. അപ്പൊ സമുദ്രം പോലെയാണ്. പക്ഷെ അതിന് ഓരോ ഇടത്ത് ഓരോ പേരുണ്ട്. എന്തിനാ പേര് വിളിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് കടൽ, അറബിക്കടൽ എന്നോ ബംഗാൾ ഉൾക്കടൽ എന്നോ പേർഷ്യൻ ഉൾക്കടൽ എന്നോ അല്ലെങ്കിൽ ശാന്തസമുദ്രം എന്നോ പസഫിക് ഓഷ്യൻ അതുപോലെ അറ്റ്ലാന്റിക് എന്നോ ഒക്കെയുള്ള പേര് വിളിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഓരോ പ്രദേശങ്ങളിലെ ആ സമുദ്ര സാന്നിധ്യത്തെ അല്ലെങ്കിൽ വാട്ടർ സ്കേപ്പിനെ ഓരോ പേര് വിളിച്ചിരിക്കുകയാണ്. അത് പേര് വിളിച്ചിരിക്കുന്നത് നമുക്ക് ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും കാര്യങ്ങൾ ഏത് പ്രദേശത്ത് ഏത് ഭാഗത്ത് എന്നതൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടിയും ആണ്. അല്ലെങ്കിൽ സമുദ്ര തീരത്ത് എന്നേ പറയാൻ കഴിയുള്ളൂ, സമുദ്രത്തിന് നടുക്ക് എന്നേ പറയാൻ കഴിയുള്ളൂ. ഏത് സമുദ്രം, എവിടുത്തെ സമുദ്രം, ഏത് ഭാഗത്ത് എന്നതൊന്നും പറയാൻ കഴിയില്ല. അത് പറയണമെങ്കിൽ നമുക്ക് ചില അടയാളപ്പെടുത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില പേരുകളൊക്കെ ഉണ്ടാവണം, അപ്പോഴേ പറയാൻ കഴിയുള്ളൂ. ഇതേ ഒരു അവസ്ഥയായിരിക്കും മനുഷ്യ സമൂഹത്തിനും ഈ വിധത്തില് സമുദായങ്ങളും ഗോത്രങ്ങളുമായിട്ട് അവര് ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കഴിയില്ല. ആരുടെ മകൻ ഏത് കുലത്തിൽപ്പെട്ട ഏത് പ്രദേശത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വിധത്തിൽ നമുക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ, ഒരാളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അത് വംശവും കുലവും കുടുംബവും ഒക്കെ ആയിട്ട് നമുക്ക് അയാളെ വിവരിക്കാൻ പറ്റണം. അതിനു വേണ്ടി അതിന്റെ താല്പര്യം എന്താണ്? അത് ഒരാൾക്ക് കൃത്യമായ ഒരു മേൽവിലാസം ഉണ്ടാകാൻ വേണ്ടിയാണ്, ഒരു ഐഡന്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ പരസ്പരം പരിചയപ്പെടാനും അതുപോലെ പരസ്പരം അറിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. ഈ വിധത്തിൽ നിങ്ങൾ സമുദായങ്ങളും ഗോത്രങ്ങളുമായി നിലനിൽക്കുന്നത് അള്ളാഹു അങ്ങനെ തന്നെയാണ് നിങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സാമൂഹ്യമായിട്ട് മനുഷ്യ സമൂഹം എങ്ങനെ വികാസം നേടണം, എന്നിട്ട് അവര് എങ്ങനെയൊക്കെ എന്തിന്റെയൊക്കെ മേൽവിലാസത്തിൽ അറിയപ്പെടണം എന്നത് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് ആ വിധത്തിൽ. അല്ലെങ്കിൽ ആ ഒരു സെൻസ് മനുഷ്യരിൽ വർക്ക് ചെയ്യാത്ത വിധത്തില് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഈ ഐഡന്റിഫിക്കേഷൻ ലേബലൊന്നും നിലനിൽക്കൂല, അത് നിലവിൽ വരൂല, പ്രായോഗികവുമല്ല. ഇപ്പോ മൃഗങ്ങളുടെ കൂട്ടത്തില് അങ്ങനെയുള്ള ഐഡന്റിഫിക്കേഷൻ നമുക്കേ ഉള്ളൂ, അവർക്കിടയിലില്ല. അവരെങ്ങനെ മേൽവിലാസം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏത് പ്രദേശത്ത് ഏത് ബ്രീഡിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സമുദായത്തിൽപ്പെട്ട ഏത് ഗോത്രത്തിൽപ്പെട്ട എന്ന നിലക്കൊന്നും അവര് പരസ്പരം ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. മനുഷ്യർ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്ക് അങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുക്കാറുണ്ട്. മനുഷ്യർ തന്നെയാണ്
സമുദ്രങ്ങൾക്ക് പേരുകൾ കൊടുത്തിട്ടുള്ളത്. ഒറ്റ സമുദ്രമേ ഉള്ളൂ, പക്ഷെ അതിന് പല ഭാഗങ്ങളിൽ പല പേരുകൾ നൽകപ്പെട്ടിരിക്കുകയാണല്ലോ. ഇതേപോലെ തന്നെ മനുഷ്യകുലം ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് രംഗത്ത് വന്നവരാണ് മനുഷ്യരൊക്കെ ഇന്ന്. പക്ഷെ അവരെ ശുഊബും ഖബായിലുമായിട്ട് നാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് ഒരു മേൽവിലാസം ഉണ്ടാകുന്നതിന് വേണ്ടിയും നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നതിനൊക്കെ വേണ്ടിയാണ് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. തആറഫു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറുഫുള്ളവരാകാൻ എന്നാണ്. ഉറുഫ് എന്ന് പറഞ്ഞാൽ അറഫ എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ടു, പഠിച്ചു, മനസ്സിലാക്കി എന്നതൊക്കെയാണ് അർത്ഥം. തആറഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരസ്പരം, തആറുഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെയും അറിയാം, നിങ്ങൾക്ക് എന്നെയും അറിയാം. അതെന്റെ പാരന്റ്സിനെയും എന്റെ കുടുംബത്തെയും എന്റെ വംശത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അറിവാണല്ലോ. അതാണ് ഈ തആറുഫ് എന്ന് പറയുന്ന കാര്യം. അപ്പൊ നിങ്ങള് പരസ്പരം പരിചയപ്പെടാൻ, നിങ്ങൾക്ക് ഒരു മേൽവിലാസം ഉണ്ടാവാൻ ഒക്കെ വേണ്ടിയാണ് നിങ്ങളെ ശുഊബും ഖബായിലുമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പക്ഷെ ആ മേൽവിലാസങ്ങളും ആ ലേബലൊന്നും തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിശിഷ്ടത നൽകുന്ന ഒരു സംഗതിയല്ല. നിങ്ങളത് വിശേഷപ്പെട്ടവരാക്കി മാറ്റുന്നില്ല, മറിച്ച് നിങ്ങൾ വിശിഷ്ടരാവുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയമായിട്ടും നിങ്ങളുടെ കൂട്ടത്തില് ഔന്നത്യമുള്ളവൻ, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ നിർണയത്തില് നിങ്ങളുടെ കൂട്ടത്തിൽ ഔന്നത്യവും എന്തെങ്കിലും വിധത്തിലുള്ള സുപ്പീരിയോറിറ്റിയും ഉള്ളത് അത്ഖാക്കും, സ്വഭാവശുദ്ധിയുള്ള, ദൈവഭക്തിയുള്ള, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്കാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. തഖ്വയുള്ളവർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആളാണ് ഏറ്റവും ഔന്നത്യമുള്ള ആള്. അല്ലാതെ നിങ്ങൾ ആര്യവംശത്തിൽ പിറന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ ശ്രേഷ്ഠനാവുന്നില്ല, ബ്രാഹ്മണനായി അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠതയില്ല, നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നിങ്ങൾ മികച്ചവനാവുന്നില്ല. എല്ലാവർക്കും മികച്ചവനാവാനുള്ള ഒരേ ഒരു വഴി നിങ്ങൾ നല്ലവരാവുക എന്നതാണ്. നല്ലവരാവുക എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരാവുക എന്നതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുകയും ഏറ്റവും ഉത്തമമായ ജീവിതമാർഗം തിരഞ്ഞെടുക്കുകയും ചെയ്തുകൊണ്ട് സ്വഭാവ ശുദ്ധീകരണം നടത്തി ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിക്കുന്ന ഒരാള്, അയാളാണ് ഏറ്റവും മുത്തഖിയായ, ഏറ്റവും സൂക്ഷ്മതയുള്ള, ഏറ്റവും ഭയഭക്തിയുള്ള ആള്. അയാളാണ് ഏറ്റവും ഉന്നതൻ. അല്ലാതെ നിങ്ങൾ കൊക്കേഷ്യൻ റേസിൽ പെട്ടവനാണ്, അല്ലെങ്കിൽ ആര്യവംശത്തിൽ പെട്ടവനാണ്, നിങ്ങൾ യഹൂദനാണ്, നിങ്ങൾ ബ്രാഹ്മണനാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഔന്നത്യവും നിങ്ങൾക്കില്ല എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. അങ്ങനെ അവകാശപ്പെട്ടിരുന്നവരാണ് യഹൂദര്, അങ്ങനെ അവകാശപ്പെട്ടിരുന്നവരാണ് ബ്രാഹ്മണരൊക്കെ തന്നെ. യഹൂദര്, ബനു ഇസ്രായേൽ സമൂഹം, ഞങ്ങള് ഇസ്രായേലിന്റെ മക്കളാണ്, ഞങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്, നഹ്നു അബ്നാ ഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങള് അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങള് അവന് പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള അവകാശവാദം നടത്തിയിരുന്നവരാണ് ബനു ഇസ്രായേൽ. ഞങ്ങൾക്ക് എന്തെങ്കിലും പിഴവൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ അത് എളുപ്പത്തിൽ പരിഹരിച്ച് ഒന്ന് നരകത്തിന്റെ അടുത്തൂടെ ഒന്ന് പോയി പറഞ്ഞയച്ച് വേഗം ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. ലൻ തമസ്സനന്നാറ ഇല്ല അയ്യാമം മഅദൂദ എന്നൊക്കെ അവർ അവകാശപ്പെട്ടത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. വളരെ നിർണീതമായ, വളരെ പരിമിതമായ ചില എണ്ണം നാളുകളല്ലാണ്ട് നരകത്തിലേക്കൊന്നും ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ പോകേണ്ടി വരൂല എന്നാണ് അവരുടെ അവകാശവാദം. കാരണം എന്താ? ഞങ്ങൾ നിങ്ങളെ പോലെയല്ല, ഞങ്ങള് അള്ളാഹുവിന്റെ മക്കളാണ്. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പൂർവികനായ യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിളിച്ചത് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവൻ എന്നാണ്. അള്ളാഹുവിന് വേണ്ടപ്പെട്ടവന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ തന്നെ മക്കളെ പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഔന്നത്യമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാണ്. മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല.
മറ്റുള്ളവരൊക്കെ നീചജന്മങ്ങളാണ്. ഇതായിരുന്നു അവരുടെ നിലപാട്. സമാനമായൊരു നിലപാട് തന്നെയാണ് ബ്രാഹ്മണരും കൊണ്ടു നടന്നിരുന്നത്. ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, ഞങ്ങൾ ഏറ്റവും മുന്തിയവരാണ്, ഏറ്റവും ഉയർന്നവരാണ്, ജന്മം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇത് ഒരു പുണ്യജന്മമാണ് എന്നൊക്കെയായിരുന്നു അവർ അവകാശപ്പെട്ടത്. എന്നിട്ട് മനുഷ്യൻ ബ്രഹ്മാവിന്റെ പാദത്തുനിന്ന് വരെ സൃഷ്ടിക്കപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലൊന്നും പെടാത്തവരും വേറെ കുറെ പേരുണ്ട് എന്ന നിലക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രഹ്മാവിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് മനുഷ്യരിലെ വിവിധ ജാതികളെ സൃഷ്ടിക്കപ്പെട്ടത് എന്നത്. എന്നിട്ട് അതിലൊന്നും പെടാത്തവരാണ് ശൂദ്രരും അതിന് താഴേക്കുള്ളവരും ഒക്കെ. കേരളത്തിലെ നായന്മാർ ഉൾപ്പെടെയുള്ളവര്, അതിന്റെ താഴേക്കുള്ളവരൊക്കെ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടതാണ്, ബ്രാഹ്മണരല്ല. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിധത്തില് ജന്മത്തിന്റെ ഔന്നത്യം പറഞ്ഞുകൊണ്ടാണ് ഇവര് മേന്മ നടിച്ചിരുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് ഈ ബ്രാഹ്മണ സമൂഹത്തിന്റെ മാത്രം ഒരു സംഗതി ആയിരുന്നില്ല. പല ഘട്ടങ്ങളിലും മനുഷ്യ സമൂഹത്തില് ഇപ്പം ബനു ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ സമൂഹം, അതുപോലെ ആര്യന്മാര്, കൊക്കേഷ്യൻ വംശം, ഇവരൊക്കെ തന്നെ ഔന്നത്യം നടിച്ച പല ചരിത്ര ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത്തരം സംഗതികള് തീർത്തും അടിസ്ഥാനരഹിതമായതും യാതൊരു പിൻബലമില്ലാത്തതുമാണ് എന്നതാണ് അള്ളാഹുവിടെ സ്ഥാപിക്കുന്നത്. മനുഷ്യർക്കിടയിലുള്ള ഈ കൊമ്പുകോർക്കലിന്റെ കാരണമായിട്ട് പലപ്പോഴും പല വിധത്തിലുള്ള സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഈ മേന്മ നടിക്കലും ഔന്നത്യം കാണിക്കലും ഒക്കെ അതിന് പലപ്പോഴും അടിത്തറയാവാറുള്ളത് ഈ വക കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ ഒക്കെയാണ്. അത് അടിസ്ഥാനരഹിതമാണ് എന്നതാണ് അല്ലാഹു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അപ്പോ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു. നിങ്ങളെ വ്യത്യാസമുള്ള സമൂഹങ്ങള്, സമുദായങ്ങള്, ഗോത്രങ്ങള് ഒക്കെ ആക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ പരസ്പരം മേന്മ നടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങള് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയും പരിചയപ്പെടാനുള്ള ഒരു മേൽവിലാസം ഉണ്ടാവാൻ വേണ്ടിയൊക്കെയാണ്. അതല്ലാതെ നിങ്ങൾ ജന്മപരമായി തന്നെ, വംശപരമായി തന്നെ, അല്ലെങ്കിൽ ദേശീയതയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, തൊലിവർണ്ണത്തിന്റെ പേരിൽ ഒക്കെ ഔന്നത്യമുള്ളവരാണ് എന്ന് നടിച്ച് ബാക്കിയുള്ളവരെ ചവിട്ടി താഴ്ത്തുന്ന അല്ലെങ്കിൽ അവരെ മെക്കിട്ട് കയറുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിനും മേൽവിലാസമുള്ളവരാകുന്നതിനും പരിചയപ്പെടുന്നതിനൊക്കെ വേണ്ടിയാണ്. ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ നിലപാടിൽ ഔന്നത്യത്തിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് തഖ്വയാണ്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വ കാണിക്കുന്നവർ, സൂക്ഷ്മതയും ശ്രദ്ധയും കരുതലുമുള്ള, സ്വഭാവശുദ്ധിയുള്ള, നന്മക്ക് പ്രാധാന്യം നൽകുന്ന ആളാരാണോ അയാളാണ് ഏറ്റവും ഔന്നത്യമുള്ളവൻ. ഇതാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു സംഗതി. ഇത് കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങി നിന്ന ഒരു കാര്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേതൃത്വത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ സമൂഹത്തിലെ ഏറ്റവും സമുന്നതരായ ആളുകളുടെ തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. അടിമയായിരുന്നു, തൊലി കറുത്തവനായിരുന്നു, ആഫ്രിക്കൻ വംശജനായിരുന്നു എന്നതൊന്നും കൊണ്ട് ബിലാൽ ഇസ്ലാമിൽ ഇകഴ്ത്തപ്പെടുകയല്ല ഉണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുയർത്തി. അള്ളാഹുവിന്റെ ഈ പ്രഖ്യാപനം അദ്ദേഹത്തിന് വലിയ ഔന്നത്യം നൽകി. ഇസ്ലാമിക സമൂഹത്തിലെ സമുന്നതരായ ആളുകളുടെ ഒരു തലത്തിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പലപ്പോഴും അവരെ എല്ലാവരെക്കാളും മുകളിൽ കയറി നിൽക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തെരഞ്ഞെടുക്കുകയുണ്ടായത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ വിധത്തില് ഒരു വലിയ സാമൂഹ്യ വിപ്ലവമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു ഹയറാർക്കി സ്ഥാപിച്ചിട്ട് ഒരു മനുഷ്യർക്കിടയിലുള്ള ഈ ഔന്നത്യത്തിന്റെ ഒരു ശ്രേണി അങ്ങനെ സ്ഥാപിച്ചു വെക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പിൽക്കാലത്ത് പലരും അങ്ങനെ ഹയറാർക്കി
ഇസ്ലാമിക സമൂഹത്തിനകത്ത് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കി ബാക്കിയുള്ളവരെയൊക്കെ അങ്ങനെ ഒരു തട്ടുകളാക്കി നിർത്തുന്ന പ്രവണതയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്, അത് മനുഷ്യന്റെ പ്രവണതയാണ്, മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷെ അത്തരം വൈകൃതങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയും നശിപ്പിക്കാൻ വേണ്ടിയും തകർത്ത് കളയാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ ഈ കാര്യം പഠിപ്പിക്കുന്നത്. ആ വിധത്തിലുള്ള ഒരു സാമൂഹ്യ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നത് കാണാൻ കഴിയും. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ച വിപ്ലവത്തിന്റെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കാൻ നമുക്ക് ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ ചേർന്ന് ഇന്ത്യയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്ന് താരതമ്യം ചെയ്താൽ മതി. ഗാന്ധിജിയും അംബേദ്കറും ഒക്കെ വളരെ പ്രശംസനീയമായ പല കാര്യങ്ങളും നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സംഗതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരിക്കലും തന്നെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നത് കാണാൻ കഴിയും. അംബേദ്കറിനോ അല്ലെങ്കിൽ വേറൊരു ആംഗിളിൽ ഗാന്ധിജിക്കോ ഒന്നും തന്നെ മനുഷ്യർക്കിടയിലുള്ള ഈ സമത്വം അത് ദാർശനികമായ തലത്തിൽ തന്നെ സ്ഥാപിതമാക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതിൽ വിജയം കണ്ടെത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അവര് രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവന്ന ഒരു സമൂഹം പിൽക്കാലത്ത് ഏറ്റവും ഏറെ, അല്ലെങ്കിൽ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെയും തന്നെ ഏറ്റവും ഏറെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികള് ഈ ജാതീയതയുടെയും ഉച്ചനീചത്വത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പൊ പ്രായോഗിക തലത്തില് ഏറ്റവും തികവാർന്ന വിധത്തില് ഈ ആദർശത്തെ, ഈ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപ്ലവമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സാധിച്ചെടുത്തത് എന്നത് നമുക്ക് ചരിത്രം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ഔന്നത്യമുള്ളവൻ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൈവഭയമുള്ള, സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള, സത്യസന്ധതയുള്ള, സ്വഭാവശുദ്ധിയുള്ള തഖ്വയുടെ ഉടമകൾക്കാണ് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ആർക്കാണ് സാധിക്കുക? മേൽജാതിക്കാരന് മാത്രമേ പറ്റുള്ളൂ? അല്ലെങ്കിൽ ജന്മപരമായി, വംശപരമായി, ദേശീയതയുടെ അടിസ്ഥാനത്തിൽ, തൊലിവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഔന്നത്യം അവകാശപ്പെടുന്ന ഒരാൾക്ക് മാത്രമുള്ളതാണോ തഖ്വ? അങ്ങനെയല്ല, ആർക്കും സാധിക്കും. ആർക്കും അതിനുള്ള അവസരം തുറന്നു വെച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. മുത്തഖിയായി മാറാൻ അള്ളാഹു എല്ലാവർക്കും കവാടം തുറന്നു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പ്രയത്നിക്കുകയാണെങ്കിൽ ആർക്കും വളരെ വലിയ ഔന്നത്യമുള്ള ഒരാളായിട്ട് തഖ്വയുടെ മാർഗത്തിലൂടെ കടന്നു വരാൻ സാധിക്കും. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നവനും കാര്യങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ളവനുമാണ്. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് ഈ ആയത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം പൂർത്തീകരിച്ച് അവസാനിപ്പിക്കാൻ ഇരിക്കുന്ന ഒരുപക്ഷെ ഒരു വർഷത്തിൽ താഴെയുള്ള സമയം മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വിടവാങ്ങുന്നതിന് ഈ സൂറത്തിന്റെ അവതരണത്തിന് ശേഷമുള്ളത്. അപ്പോ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് മനുഷ്യ സമൂഹത്തിന്റെ അവർക്കിടയിൽ വലിയ സങ്കീർണത ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള അത്തരം സങ്കീർണതകൾക്ക് കാരണമാവുന്ന ഏറ്റവും അപകടകരമായ സംഗതിയെ, അതിന്റെ മുരട് തന്നെ മുറിച്ചു കളയുന്ന ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നടത്തുന്നത്. ഇതിന്റെ വേറൊരു രൂപത്തിലുള്ളതാണ് സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഘട്ടത്തിലല്ല. സൂറത്തുൻ നിസാ ഒരുപക്ഷെ മദീനയിലേക്കുള്ള ഹിജ്റ നിർവഹിക്കപ്പെട്ട് 2-3 വർഷങ്ങൾക്കുള്ളിലൊക്കെ ആയിട്ട് അവതരിച്ചിട്ടുള്ള സൂറത്താണ്. കൃത്യമായിട്ട് ഏത് വർഷത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അവസാന ഘട്ടത്തിലേ അല്ല. അപ്പൊ അവിടെ മനുഷ്യ സമൂഹത്തിന്റെ കോമൺ ഒറിജിൻ സ്ഥാപിതമാക്കുന്ന കാര്യം പ്രസ്താവിക്കുന്നുണ്ട്.
അപ്പൊ ഇവിടെ അള്ളാഹു വ്യക്തമായിട്ടും പറയുന്നത് 3 സംഗതികളാണ്, 3 പ്രസ്താവനകളാണ് ഇവിടെ. ഒന്നാമതായിട്ട് മനുഷ്യരുടെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട മുഴുവൻ മനുഷ്യരും ഒരാളുമായിരുന്നു പുറത്തല്ല, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. അള്ളാഹുവാണ് അവരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അവരിപ്പോ ഒന്ന് ചുറ്റുപാട് തിരിഞ്ഞു നോക്കിയാൽ പല വംശങ്ങളും ഗോത്രങ്ങളും ദേശീയതകളും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതെങ്ങനെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മനസ്സിൽ വരും. അതും നാം സൃഷ്ടിച്ചത് തന്നെയാണ്. വംശങ്ങളും സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കി നിങ്ങളെ നാം തിരിച്ചതാണ്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനും പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലേബൽ എന്ന നിലക്ക് നാം ചെയ്തു വെച്ചതാണ്. അത് ഔന്നത്യത്തിന്റെ മാനദണ്ഡമേ അല്ല. അതാണ് അള്ളാഹുവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ സംഗതി, ഔന്നത്യത്തിന് ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് തഖ്വയാണ്. ആരാണോ നല്ലവനായിരിക്കുന്നത്, ശ്രദ്ധയുള്ളവനും സൂക്ഷ്മതയുള്ളവനും സ്വഭാവശുദ്ധി കൈവരിച്ചവനും ഔദാര്യവാനും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവൻ ആരാണോ, അതാണ് മുത്തഖി. അങ്ങനെ മുത്തഖിയാവുക എന്നത് മാത്രമാണ് ഔന്നത്യം കൈവരിക്കാനുള്ള ഒരേ ഒരു വഴി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാം അറിയുന്നവനും കാര്യങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ളവനുമാണ്. അള്ളാഹു ഇതിനെക്കുറിച്ചൊന്നും, മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെ കാര്യങ്ങൾ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ന ധാരണ ആർക്കും വേണ്ട. അക്കൗണ്ടബിലിറ്റി അള്ളാഹു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും അന്യായമായ അനർഹമായ ഔന്നത്യം അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ അള്ളാഹു കാണാതിരിക്കുന്നില്ല. അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു അതിനെക്കുറിച്ച് ബോധവാനുമാണ്. അതിന്റെ പേരിലൊക്കെ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുന്ന സമയം, അവസരം വരാനിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അറഫ പ്രഭാഷണത്തിലും അതുപോലെ അയ്യാമു തശ്രീഖിലും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഏതാനും ആഴ്ചകൾക്കൊക്കെ മുമ്പാണ്, 1-2 മാസങ്ങൾക്കൊക്കെ മുമ്പാണ് സംഭവം. അപ്പോ ആ ഘട്ടത്തിൽ ആ പ്രഭാഷണങ്ങളിൽ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് ചില കാര്യങ്ങൾ പറയുന്ന കാണാം. കുല്ലുക്കും ബനു ആദം, നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദം ഖുലിഖ മിൻ തുറാബ്, ആദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്നുമാണ് എന്ന് പറയുന്ന കാണാം. വേറെ ഒരിടത്ത് പറഞ്ഞത്, മറ്റൊരു പ്രഭാഷണത്തിൽ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളുടെ ബാഹ്യരൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിലേക്കും, വലാക്കി യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ തഖ്വയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഔന്നത്യം നേടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജന്മപരമായിട്ടോ കുലപരമായിട്ടോ വംശീയതയുടെ പേരിലോ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള മേലങ്കികൾ, ആ മേലങ്കികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു യാതൊരു ഔന്നത്യവും കൽപ്പിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ നേടിയ നിങ്ങളുടെ ഹൃദയശുദ്ധി, നിങ്ങളുടെ ഉത്തമമായ കർമ്മങ്ങൾ, ഇതാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അള്ളാഹു മൂല്യവും വിലയും ഔന്നത്യവും കൽപ്പിക്കുന്നത് എന്നാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണ ശകലം നൽകുന്ന സൂചന. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.